എല്ലാവർക്കും നമസ്കാരം. കടല നെല്ലിക്ക ചേർത്ത് എങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ. അതിനായി അല്പം തേങ്ങ, ഒരു തണ്ട് കറിവേപ്പില, ഒരു സവാള, ചെറിയുള്ളിയാണെങ്കിലും കുഴപ്പമില്ല. അതോടൊപ്പം എരിവിനാവശ്യമായ 3-4 പച്ചമുളക്, ഒരു 2-3 നെല്ലിക്ക ഇവ കൂടി ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അധികം അരയാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നീട് ചൂടായ പാനിലേക്ക് അല്പം ഓയിലൊഴിച്ച് ജീരകം, വറ്റൽമുളക്, കറിവേപ്പില ഇവയിട്ട് പൊട്ടിച്ചതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും നെല്ലിക്കയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല, അതായത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുക്കറിൽ ഒരു 5-6 വിസിലടിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അല്പം മല്ലിയില വേണമെങ്കിൽ തൂവാം, അല്ലെങ്കിൽ കറിവേപ്പില ഇടാം. ഇവിടെ ഞാൻ കടല വേവിച്ച് വെച്ച വെള്ളം കൂടി ചേർത്തത് കൊണ്ട് അല്പം ലൂസായിട്ടുണ്ട്. അത് ഒന്ന് ആ വെള്ളം പറ്റിച്ചെടുത്താൽ മതിയാകും. ഇത് ഒരു ഡ്രൈ ആയിട്ടുള്ള കടലയാണ്. ഇത് പൂരിയോടൊപ്പവും അതുപോലെ ഈവനിങ് സ്നാക്സായും ചപ്പാത്തിയോടൊപ്പവും ഒക്കെ കഴിക്കാവുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വിഭവം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ അഭിപ്രായങ്ങൾ മെസ്സേജായും അയക്കണേ.